വഴിക്കടവിലെ ദൗർഭാഗ്യകരമായ സംഭവത്തിന് വഴിവെച്ച കാരണങ്ങൾ എന്താണ്? എന്തിനു വേണ്ടിയാണ് ആ കെടി തയ്യാറാക്കിയത്? ഇതവിടെ ഒരു തുടർച്ചയാണോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എന്തായാലും 15 വയസ്സായ ഒരു കുട്ടിയാണ് മരിച്ചത്. ഈ സംഭവത്തിൽ നായാട്ടുകാരൻ അറസ്റ്റിലായിട്ടുണ്ട്. പന്നിമാംസം വിൽക്കുന്ന വെള്ളക്കട്ട സ്വദേശിയെ വിനീഷാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. കൂട്ടാളിയായ കുഞ്ഞു മുഹമ്മദും കസ്റ്റഡിയിലുണ്ട്. അതിനിടെ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച ഭരണപക്ഷവും സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. ഷിനോജ്, ഒപ്പം തന്നെ ഇംതിയാസ് കരീം, അമൽ തേനമ്പറമ്പിൽ എന്നിവരാണ് വിവരങ്ങളുമായിട്ടുള്ളത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അനന്തുവിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കിടക്കേണ്ടതുണ്ട്. ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. 10-15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി കൂട്ടുകാരോടൊപ്പം ആഘോഷിച്ചുല്ലസിച്ച് പോകുന്നതിനിടയിലാണ് ഈ മരണം തേടിയെത്തുന്നത്. ആ കെണിയിൽ കുടുങ്ങുകയായിരുന്നു. ഇതവിടെ ഒരു തുടർക്കഥയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപും ആളുകൾക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട്. ഇതിനു മുമ്പും അവിടെ വൈദ്യുതി മോഷണം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കെണികൾ വെച്ച് കുടുങ്ങുന്ന മൃഗങ്ങളെ ഇറച്ചി വിൽപ്പന നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് വരുന്നത്. അമൽ തേനമ്പറമ്പിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുണ്ട്. അമൽ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടക്കണം. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ആരൊക്കെ ജനപ്രതിനിധികൾ മറ്റാരൊക്കെ അവിടെ ഉണ്ട്? എന്താണ് നിലവിലെ വിവരം? ദിവിഷ, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഇന്ന് രാവിലെ തന്നെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. ഇൻക്വസ്റ്റ് നടപടികളും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ഇനി ഒരു 1.25 മണിക്കൂർ ദൂരമുണ്ട് ഈ പറയുന്ന വഴിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. വഴിക്കടവ് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പിന്നീട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ കുട്ടിയുടെ വീടുള്ളത്. അവിടേക്ക് കൊണ്ടുപോകും. ഇടയ്ക്ക് സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കാര്യത്തിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. എന്തായാലും വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിട്ടിയ മൃതദേഹം വാഹനത്തിലേക്ക് കയറ്റുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കാനാവാത്ത അവസ്ഥയാണ്. അവരുടെ ബന്ധുക്കളൊക്കെ ആ വാഹനത്തിലുണ്ട്. ഇവിടെ നിന്നും വാഹനം ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വാഹനത്തിനുള്ളിൽ ഇപ്പോൾ ആ മൃതദേഹം കയറ്റി കിടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങളും മറ്റുമൊക്കെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്. ഈ മേഖലയിൽ ഇവർക്ക് ഒരു കുടുംബത്തിലെ ആളുകളാണ് ഈ ഷോക്കേറ്റ ആളുകളെല്ലാം. അതിൽ ഒരാളെ ഇവരെ രക്ഷിക്കാൻ പോകുമ്പോഴാണ് മറ്റൊരാൾക്ക് പരിക്കേറ്റത്. ഇപ്പോൾ വാഹനത്തിൽ കിടത്തിയ മൃതദേഹത്തിനുള്ളിൽ അവരുടെ ബന്ധുക്കളൊക്കെ ഇരിപ്പുണ്ട്. അവരൊക്കെ ഈ ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് കണ്ണു നിറയുകയാണ്. ഈ കുടുംബത്തിലേക്ക് ഈ മൃതദേഹം കൊണ്ട് എത്തിക്കുമ്പോൾ അവരുടെ വളരെ പ്രതീക്ഷയായി വളർത്തിയിരുന്ന അവരുടെ മകനെയാണ് അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടി കൊണ്ട് കിടത്താൻ പോകുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ നിന്നും ഈ വാഹനം പുറത്തേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവിഷ്.